ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു പലസ്തീൻ ഐക്യദാർഢ്യമാണ് ആൾ ഐസ് ഓൺ റാഫ എന്ന് പറയുന്ന നിലയിലുള്ളത്. അതായത് റാഫയ്ക്ക് മേൽ അത്ര മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ആക്രമണം ഇസ്രയേൽ സേന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ ബോംബ് വർഷിക്കുകയാണ്. അപ്പോൾ ഇസ്രയേലിലെ ടെൻറ്റുകളിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ കൊന്നൊടുക്കാൻ, നിരായുധരായ സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കാൻ ബോംബിടുക എന്നുള്ളതാണ്. കൂടുതൽ ബോംബ് വർഷിക്കാനുള്ളൊരു നീക്കം ഇസ്രായേൽ സൈന്യം നടത്തുന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനോടകം 45 പേരെ കൂട്ടക്കൊല ചെയ്ത ഇസ്രായേൽ സേനയ്ക്കെതിരെ ലോകമെമ്പാടും കനത്ത രോഷം പുകയുകയാണ്. അവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെയൊക്കെ ഒരു വലിയ പ്രസക്തി നിൽക്കുന്നത്. വലിയ പിന്തുണ, വലിയ വിമർശനം ഇസ്രായേലിന് മേൽ ഉയർത്തുക എന്നത് തന്നെയാണ് ഓൾ ഐസ് ഓൺ റാഫ എന്ന നിലയിൽ നടന്നു വരുന്നത്. ഇപ്പോൾ ശില്പയാണ് വിശദാംശങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശില്പ, അങ്ങേയറ്റം ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് റാഫ. ഇസ്രായേൽ അത്രമേൽ ക്രൂരത കാട്ടുകയാണ്. അതുതന്നെയാണോ ഇപ്പോൾ ഏറ്റവും അവസാനവും വരുന്ന വിവരങ്ങൾ, വാർത്താ ഏജൻസികൾ നൽകുന്ന സൂചനകൾ? അത് തന്നെയാണ് ശരത്. ഈ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും ഗാസയിൽ നിന്നും റാഫേൽ നിന്നും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ ആയിരുന്നു റാഫേൽ വലിയ തോതിലൊരു ആക്രമണം ഇസ്രായേൽ നടത്തുന്നത്. ബോംബാക്രമണത്തിൽ 45ഓളം പേരാണ് മരിച്ചത്. ഇന്നിപ്പോൾ അത് 46ഓളം പേർ മരിച്ചിരിക്കുന്നു എന്നൊരു കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഈ വലിയ തോതിലുള്ള ആക്രമണം വീണ്ടും ഇസ്രായേൽ അയച്ചു വിടുന്നു എന്നതിനുള്ള ഒരു സൂചനയാണത്. യാതൊരു തരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന നിലപാടിലല്ല ഇസ്രായേൽ. ബെഞ്ചമിൻ നെതന്യാഹു അടക്കം ഈ ഒരു ആക്രമണത്തെ വലിയ തോതിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് രംഗത്ത് വന്നെങ്കിലും അതൊരു അന്വേഷണം, ഇതിനെതിരെ വലിയ തോതിലുള്ള അന്വേഷണം നടക്കുന്നു എന്ന തരത്തിൽ അത് ഒതുക്കി നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ലോക രാജ്യങ്ങൾക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഈ ഇസ്രായേൽ റാഫയിലേക്ക് നടത്തിയ ഈ ഒരു ആക്രമണത്തിൽ ഉയർന്നു വരുന്നത്. അറബ് രാജ്യങ്ങളടക്കം വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ കടുത്ത മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ റഫ അതിർത്തി നമുക്കറിയാം, ഈ പലസ്തീൻ ജനത, അവിടെ നിന്ന് പലായനം ചെയ്യുന്ന പലസ്തീൻ ജനത തമ്പടിച്ചിരിക്കുന്ന ഈ റഫ ടെൻറ്റുകളിലേക്കാണ് ഇസ്രായേൽ ഈ ഒരു കൊടും ക്രൂരത നടത്തിയത്. വലിയ തോതിലൊരു ബോംബാക്രമണമായിരുന്നു നടത്തിയത്. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ വലിയ തോതിൽ ഇസ്രായേലിനെതിരെ വിമർശനം ഉയർത്തുന്നു. ഈ റഫ ടെൻറ്റുകളിൽ താമസിക്കുന്നവരെ അടുത്ത് തന്നെയാണ് ഈ ഐക്യരാഷ്ട്രസഭ മുൻകൈ എടുത്ത് നടത്തുന്ന ടെൻറ്റുകൾ. അപ്പോൾ ആ ഒരു പ്രദേശങ്ങളിൽ യുദ്ധം നടത്തരുതെന്ന് കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ അവഗണിച്ച്, നമുക്കറിയാം, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി പോലും മറികടന്ന് അതിനെ പോലും വില കൽപ്പിക്കാതെയാണ് ഇസ്രായേൽ ഈ ഒരു ക്രൂരത റഫേലടക്കം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകരാജ്യങ്ങൾ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കാളിയാകുമ്പോഴും ഏറ്റവും പ്രധാനമായി ഈ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ക്യാമ്പയിനാണ് നടക്കുന്നത്. ഇന്നലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അടക്കം വലിയ തോതിലാണ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറികൾ നിറഞ്ഞത്. ഓൾ ഐസ് ഓൺ റാഫ, എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്ന ഒരു അടിക്കുറിപ്പുമായാണ് ഈ ഒരു പോസ്റ്റ് വ്യാപകമായി ഇന്നലെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ അടക്കം നിറഞ്ഞത്. നിരവധി സെലിബ്രിറ്റികൾ അടക്കമാണ് ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത് ഈ റഫയ്ക്കൊപ്പമാണ് തങ്ങളെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഏറ്റവും പ്രധാനമായി ദുൽഖർ സൽമാൻ അടക്കമുള്ള താരങ്ങൾ ഈ ഒരു ഐക്യദാർഢ്യ ക്യാമ്പയിൻ്റെ ഭാഗമായി, അതോടൊപ്പം തന്നെ നിഖില വിമൽ, അതോടൊപ്പം തന്നെ ബേസിൽ ജോസഫ്, ഭാവന, കാജൽ അഗർവാൾ, ഷെയ്ൻ നിഗം, അങ്ങനെ എല്ലാ സെലിബ്രിറ്റികളും, ഈ ലോകമെമ്പാടുമുള്ള സെലിബ്രിറ്റികൾ അടക്കമുള്ള ആളുകൾ വലിയ തോതിലുള്ള ഈ ക്യാമ്പയിൻ്റെ ഭാഗമായതോടുകൂടി വലിയ ഒരു പ്രതിഷേധം, ഈ ഇസ്രായേലിനെതിരെ വലിയൊരു പ്രതിഷേധം, ഒപ്പം തന്നെ ഈ റാഫയ്ക്ക് ഐക്യദാർഢ്യവുമായി നിരവധി ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ആക്രമണം തുടരുമെന്നൊരു നിലപാടിൽ തന്നെ ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. ഈ അറബ് രാജ്യങ്ങളടക്കം ഈ ഒരു മധ്യസ്ഥതയിൽ ഇന്നലെ നടത്തിയ ആക്രമണം വലിയൊരു പ്രത്യാഘാതം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൂടി നടത്തുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഹമാസിനെ ലക്ഷ്യമാക്കിയാണ് തങ്ങൾ ഈ ഒരു ആക്രമണം നടത്തിയെന്നുള്ളൊരു ന്യായീകരണം മാത്രമാണ് വരുന്നത്. ആ ന്യായീകരണമൊന്നും ലോകത്തിന് മുമ്പിൽ വിലപ്പോകാത്ത വിധം ഇസ്രയേൽ മനുഷ്യത്വരഹിതമായി അവരുടെ ക്രൂരത തുടരുന്നു എന്നത് തന്നെയാണ് ശില്പ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഓൾ ഐസ് ഓൺ റാഫ എന്ന സോഷ്യൽ മീഡിയ
ക്യാമ്പയിൻ ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെയൊക്കെ പതിവ് പോലെ സുഡാപ്പികളാക്കാനുള്ള കളികളുമൊക്കെ ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആരും വകവെക്കുന്ന കാര്യമല്ല. വളരെ ശക്തമായി തന്നെ പലസ്തീനൊപ്പം നിൽക്കുക, ഇസ്രയേലിനെ തുറന്നു കാട്ടുക. ആ പോസ്റ്റർ പോലും യഥാർത്ഥത്തിൽ നിരായുധരായ സാധാരണക്കാരായ മനുഷ്യരെ കൊന്നൊടുക്കാൻ വേണ്ടിയുള്ള ഇസ്രയേലി ടാങ്കുകൾ റാഫയിലേക്ക് നീങ്ങുന്നതിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെ റാഫ കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനോടൊപ്പം നിൽക്കുക, അതിനുവേണ്ടി ശബ്ദിക്കുക എന്നുള്ളതാണ് സാധ്യമാകുന്ന കാര്യം. അത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ശില്പയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്. ഒരു